നമസ്കാരം, STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ജന്തർ മന്ദറിൽ നീറ്റ് പരീക്ഷാ ക്രമക്കേടിനെതിരെയുള്ള സമരത്തിൽ പങ്കെടുത്ത SFI അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി ഐഷി ഘോഷിനെ അറസ്റ്റ് ചെയ്യാനുള്ള ഡൽഹി പോലീസിന്റെ നീക്കത്തിനെതിരെ CPMന്റെ നേതൃത്വത്തിൽ വ്യാപക പ്രതിഷേധം. ജന്തർ മന്ദിർ സമരം രാജ്യത്തിന് നൽകുന്നത് ശുഭസൂചനയെന്ന് CPM സംസ്ഥാന കമ്മിറ്റി അംഗം NN കൃഷ്ണദാസ്. സമര ഉടമ്പടികൾ തെറ്റിച്ച് സമരക്കാരെ തുറുങ്കിലടയ്ക്കാൻ ശ്രമിച്ചാൽ യുവശക്തി എന്തെന്ന് മോദി വീണ്ടും തിരിച്ചറിയുമെന്നും സംസ്ഥാന കമ്മിറ്റി അംഗം. പുതുശ്ശേരി ഡിവിഷനിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട CPMലെ SB രാജു ഇനി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന TM ശശി MLA ആയതിനെ തുടർന്നാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത്. ജില്ലയുടെ സമഗ്ര വികസനത്തിനായി രാഷ്ട്രീയ വ്യത്യാസം മറന്ന് പ്രവർത്തിക്കുമെന്ന് പാലക്കാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് SP രാജു. ആരോഗ്യ സംരക്ഷണത്തിന്റെ ഭാഗമായി ഭക്ഷണരീതി മാറിയെന്ന് MLA രമേശ് പിഷാരടി. ഹോട്ടൽ കാറ്ററിംഗ് രംഗത്ത് പിടിച്ചു നിൽക്കാൻ അതീവ ജാഗ്രത ആവശ്യമാണെന്നും MLA. ഓണത്തിന് മുന്നോടിയായി ഭക്ഷ്യസുരക്ഷാ വകുപ്പ് സംഘടിപ്പിച്ച ഈറ്റ് റൈറ്റ് കേരളം പദ്ധതിക്ക് പാലക്കാട്ട് തുടക്കം. വാർത്തകൾ വിശദമായി. ജന്തർ മന്ദിർ സമരം രാജ്യത്തിന് നൽകുന്നത് ശുഭസൂചനയാണെന്ന് CPM സംസ്ഥാന കമ്മിറ്റി അംഗം MN കൃഷ്ണദാസ് പറഞ്ഞു. സമര ഉടമ്പടികൾ തെറ്റിച്ച് സമരക്കാരെ തുറുങ്കിലടയ്ക്കാൻ ശ്രമിച്ചാൽ യുവശക്തി എന്തെന്ന് മോദി വീണ്ടും തിരിച്ചറിയുമെന്നും MN കൃഷ്ണദാസ് പറഞ്ഞു. SFI അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി ഐഷി ഘോഷിനെ AKG സെന്ററിൽ നിന്നും പോലീസ് പിടികൂടാൻ ശ്രമിച്ചതിനെതിരെ CPM പാലക്കാട് സമരത്തിൽ നടത്തിയ പ്രതിഷേധ പ്രകടനത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിദ്യാഭ്യാസ മേഖല കാവ്യവൽക്കരിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ ഏറ്റ തിരിച്ചടിയാണ് ജന്തർ മന്ദറിൽ ജൻസി സമരം. രാജ്യത്തിന്റെ യുവശക്തിക്ക് മുന്നിൽ 56 ഇഞ്ചിന്റെ അധികാരധിക്കാരം ആയുധസന്നാഹവും പരാജയപ്പെട്ടു. രാജ്യം ശരിയായ ദിശയിലല്ല പോകുന്നെന്ന തിരിച്ചറിവാണ് ജന്തർ മന്ദിർ കണ്ടത്. അധികാരം അടിച്ചമർത്താനുള്ള മാർഗമാക്കിയാൽ കേന്ദ്ര സർക്കാർ വീണ്ടും യുവശക്തി എന്തെന്ന് തിരിച്ചറിയുമെന്നും NN കൃഷ്ണദാസ് പറഞ്ഞു. പിൻവലിക്കാൻ വേണ്ടി കോടതിയിൽ കൊടുത്തിട്ടുള്ള കേസ് അവധിക്ക് വെച്ചിരിക്കുകയാണ്. നാളെ 30-ാം തീയതി കേസ് എടുക്കും. അതിന്റെ മുമ്പാണ് അറിയാൻ വരുന്നത്. ഇതൊക്കെ ഭയപ്പെടുത്താനാണ്. ഭയപ്പെടില്ല എന്ന് മാത്രമല്ല, ജനങ്ങൾക്കെതിരായി ജനങ്ങൾ ഉണരുകയാണ് ബോധ്യപ്പെടുത്താനാണ് രാജ്യമാകെ പ്രതിഷേധത്തിൽ ഈ പ്രതിഷേധ സമരത്തിൽ പങ്കെടുക്കാം. നഗരം ചുറ്റിയ പ്രതിഷേധ പ്രകടനം സ്റ്റേഡിയം സ്റ്റാൻഡിൽ സമാപിച്ചു. CPM ജില്ലാ കമ്മിറ്റി അംഗം TK നൌഷാദ്, ഏരിയ സെക്രട്ടറി കൃഷ്ണൻകുട്ടി, സുരേഷ്, ചിഞ്ചു ജോസ്, V സരള എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഐഷി ഘോഷിനെ അറസ്റ്റ് ചെയ്യാൻ AKG ഭവനിൽ കയറിയ ഡൽഹി പോലീസിന്റെ നടപടിക്കെതിരെ കുളപ്പുള്ളിയിലും CPMന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. CPM ജില്ലാ കമ്മിറ്റി അംഗം MR മുരളി ഉദ്ഘാടനം ചെയ്തു. കുളപ്പുള്ളിയിൽ CPM ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലും പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. M സുരേന്ദ്രൻ, VK ആൻരാജ്, ശരത്ത് തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. തുടർന്ന് നടന്ന പ്രതിഷേധ പരിപാടി CPM ജില്ലാ കമ്മിറ്റി അംഗം MR മുരളി ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഐഷി ഘോഷിനെ അറസ്റ്റ് ചെയ്യാൻ ഡൽഹി പോലീസ് നടത്തിയ നീക്കത്തിൽ പ്രതിഷേധിച്ച് CPM മണ്ണൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മണ്ണൂരിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടന്നു. CPM ഒറ്റപ്പാലം ഏരിയ സെക്രട്ടറി S കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. ഇവര് 56 ഇഞ്ച് നെഞ്ചളവുള്ള ഈ നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകള് എന്തിനാണ് പിന്നെ ഈ ഇടതുപക്ഷത്തെ പേടിക്കുന്നത്? ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള SFIനെ എന്തിനാണ് പേടിക്കുന്നത്? ആ പേടിയുണ്ട്. കാരണം ഈ രാജ്യത്ത് ഏതൊരു സമരത്തെ രൂപപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ആശയമുള്ളത് ഇടതുപക്ഷമാണ് എന്നതുകൊണ്ട് തന്നെ ആ ഇടതുപക്ഷത്തെ ഇല്ലാതാക്കുക എന്നത് വളരെ പ്രധാനമാണ് എന്നതുകൊണ്ടാണ് SFIയെ പോലെയുള്ള വിദ്യാർത്ഥി സംഘടനയെ ഇല്ലാതാക്കുക എന്നുള്ള ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതും ഡൽഹിയിലെ ഇവരുടെ മൂക്കിന് താഴെ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി ഇപ്പോഴും SFIയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ് നേതൃത്വം കൊടുക്കുന്നത് എന്നതുകൊണ്ട് തന്നെ. OB സ്വാമിനാഥൻ അധ്യക്ഷത വഹിച്ചു. TR ശശി, തങ്കപ്പൻ, MK മനോജ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഡൽഹി ജന്തർ മന്ദിറിൽ നീറ്റ് പരീക്ഷാ ക്രമക്കേടിനെതിരെയുള്ള സമരത്തിൽ പങ്കെടുത്ത SFI അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി ഐഷി ഘോഷിനെ അറസ്റ്റ് ചെയ്യാനുള്ള ഡൽഹി പോലീസിന്റെ നീക്കത്തിൽ പ്രതിഷേധിച്ച് കോട്ടായിൽ CPMന്റെ നേതൃത്വത്തിൽ പ്രകടനം നടത്തി. ഏരിയ കമ്മിറ്റി അംഗം V മോഹനൻ ഉദ്ഘാടനം ചെയ്തു. CPM കോട്ടായി ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ പ്രതിഷേധ പ്രകടനത്തിൽ നിരവധി പേർ പങ്കെടുത്തു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം ഏരിയ കമ്മിറ്റി അംഗം V മോഹനൻ ഉദ്ഘാടനം ചെയ്തു. TK ദേവദാസ് അധ്യക്ഷത വഹിച്ചു. R ലത, MR ജയരാജ്, KG ബാബു, K പത്മാവതി, ശ്യാം, K കരുണാകരൻ, M ഹിബത്തുള്ള മാസ്റ്റർ, LC സെക്രട്ടറി KP രവീന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പാലക്കാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി പുതുശ്ശേരി ഡിവിഷനിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട CPMലെ SB രാജു തെരഞ്ഞെടുക്കപ്പെട്ടു. പ്രസിഡന്റായിരുന്ന TM ശശി MLA ആയതിനെ തുടർന്നാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത്. ജില്ലയുടെ സമഗ്ര വികസനത്തിനായി രാഷ്ട്രീയ വ്യത്യാസം മറന്ന് പ്രവർത്തിക്കുമെന്ന് SP രാജു പറഞ്ഞു. 31 അംഗ ജില്ലാ പഞ്ചായത്തിൽ 29 പേരാണ്
പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ പങ്കെടുത്തത്. TM ശശി വിജയിച്ച വാർഡിൽ തെരഞ്ഞെടുപ്പ് നടക്കാത്തതുകൊണ്ട് പല്ലശ്ശേന ഡിവിഷൻ ഒഴിഞ്ഞുകിടക്കുകയാണ്. കുടുംബപരമായ കാരണത്തെ തുടർന്ന് അമ്പലപ്പാറ ഡിവിഷനിൽ നിന്നുള്ളയാളും തെരഞ്ഞെടുപ്പിൽ പങ്കെടുത്തിരുന്നില്ല. 29 അംഗങ്ങൾ പങ്കെടുത്ത വോട്ടെടുപ്പിൽ 17 അംഗങ്ങളുടെ വോട്ട് നേടിയാണ് SP രാജു പ്രസിഡന്റായത്. UDF-ൽ നിന്നും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച കപ്പൂർ ഡിവിഷനിലെ കോൺഗ്രസ് അംഗം TK സുനിലിന് 12 വോട്ട് ലഭിച്ചു. ജില്ലാ കളക്ടർ K സുധീർ ആയിരുന്നു വരണാധികാരി. ഫണ്ടിന്റെ കുറവുണ്ടെങ്കിലും മുൻഗണനാ ക്രമത്തിൽ പദ്ധതികൾ നടപ്പിലാക്കും. തുറന്നു വരുന്ന പദ്ധതികൾ അതിവേഗത്തിൽ നടപ്പിലാക്കുമെന്നും SP രാജു പറഞ്ഞു. പാലക്കാട് ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി തുടങ്ങിവെച്ച എല്ലാ പദ്ധതികളും അത് വളരെ വേഗത്തിൽ പൂർത്തീകരിക്കുന്നതിന് അടിയന്തരമായി എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള വളരെ മാതൃകാപരമായ ഒരു പ്രവർത്തനവുമായി മുന്നോട്ട് പോകും. ഫണ്ടും മറ്റും കുറയുന്ന സാഹചര്യമുണ്ട്. അതിൻ്റെ കുറവ് പ്രോജക്റ്റുകളെ ബാധിക്കും. എന്നാൽ എല്ലാവരുടെയും സഹകരണത്തോടുകൂടി ഏത് പ്രോജക്റ്റുകൾക്കാണോ മുൻഗണന കൊടുക്കേണ്ടത് അതുപ്രകാരം പാലക്കാട് ജില്ലയുടെ എല്ലാ മേഖലയുടെയും സർവ്വതോമുഖമായ വികസനത്തിനും ജനങ്ങളുടെ ക്ഷേമത്തിനും നമ്മുടെ ഭാവി നാടിനു വേണ്ടി അനുകൂലമായ ഒരു പ്രോജക്റ്റുകളും പദ്ധതികളും ഒക്കെ ആവിഷ്കരിക്കുന്നതിനും ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാൻ നേതൃത്വപരമായി പങ്കുവഹിക്കും. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ആരോഗ്യ സംരക്ഷണത്തിന്റെ ഭാഗമായി ഭക്ഷണരീതി മാറിയെന്ന് MLA രമേശ് പിഷാരടി. ഹോട്ടൽ കാറ്ററിംഗ് രംഗത്ത് പിടിച്ചു നിൽക്കാൻ അതീവ ജാഗ്രത ആവശ്യമാണെന്നും MLA പറഞ്ഞു. ഓണത്തിന് മുന്നോടിയായി ഭക്ഷ്യസുരക്ഷാ വകുപ്പ് സംഘടിപ്പിച്ച ഈറ്റ് റൈറ്റ് കേരളം പാലക്കാട് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രുചി വൈവിധ്യങ്ങളുടെയും നിറങ്ങളുടെയും മേഖലയാണ് ഭക്ഷണ വിതരണ മേഖല. വൈവിധ്യങ്ങളായ വിഭവങ്ങൾ ഉണ്ടെങ്കിലും ഗുണമേന്മയുള്ള ഭക്ഷണത്തിന് പ്രിയം ഏറിവരികയാണ്. രുചിയുള്ളതും കൃത്രിമത്വം ഇല്ലാത്തതുമായ ഭക്ഷണം പാചകം ചെയ്ത് വിതരണം ചെയ്യുക എന്നത് ശ്രമകരമാണ്. ശരീരത്തിന് ദോഷം വരാത്ത ഭക്ഷണം തേടിപ്പോകുന്ന കാലമാണ്. ഓണവും കല്യാണക്കാലവും കാറ്ററിംഗ് ഹോട്ടൽ മേഖലയ്ക്ക് ഉണർവുള്ള കാലമാണ്. പക്ഷേ ജാഗ്രത കൈവിടാതിരിക്കണം. ഇതിനായി ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കൂടെ ഉണ്ടാകുമെന്നും MLA പറഞ്ഞു. രുചിക്ക് വേണ്ടി കഴിക്കുന്നതും വിശപ്പിന് വേണ്ടി കഴിക്കുന്നതിനും അപ്പുറം യഥാർത്ഥത്തിൽ വർത്തമാനകാലം നമ്മളെ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നത് ആരോഗ്യത്തിന് വേണ്ടി കഴിക്കുക എന്നുള്ളതാണ്. ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി കഴിക്കുന്നില്ലെങ്കിലും ആരോഗ്യം മോശമാകാതിരിക്കാൻ കഴിക്കുക എന്ന് പറയുന്ന ഒരു അവസ്ഥയിലെങ്കിലും എത്തേണ്ടത് നമ്മുടെ കയ്യിലുണ്ട്. നമ്മളൊരു ചെറിയ 5000 രൂപയുടെ മൊബൈൽ ഫോൺ മേടിച്ചാൽ പോലും കവറിട്ട് സൂക്ഷിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മളുള്ളത്. എല്ലാം സംരക്ഷിക്കുന്നതിന് അത്രയധികം ഉത്തരവാദിത്തങ്ങൾ നമുക്കുണ്ട്. ഒരു വണ്ടി മേടിച്ചാൽ ചിലപ്പോൾ ഒരു കൊല്ലം വരെ അതിന്റെ സീറ്റിന്റെ പ്ലാസ്റ്റിക് കവർ കീറാതെ വെച്ചുകൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ ഭൂരിപക്ഷം ആളുകളും. പക്ഷേ അവനവനകത്തേക്ക് കഴിക്കുന്ന ഭക്ഷണത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കുന്നതും കഴിക്കുന്നതിൻ്റെയും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നതിൻ്റെയും ഒക്കെ അളവ് താരതമ്യേന കുറവാണ് പലപ്പോഴും. ഫുഡ് ആൻഡ് സേഫ്റ്റി അസിസ്റ്റന്റ് കമ്മീഷണർ രേഖ A അധ്യക്ഷത വഹിച്ചു. ഫുഡ് ആൻഡ് സേഫ്റ്റി നോഡൽ ഓഫീസർ ലിജ S, ബേക്കേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് സയ്യിദ് ഫാഹിം, AKCA പ്രസിഡന്റ് ജയകൃഷ്ണൻ, KHRA ജനറൽ സെക്രട്ടറി N അബ്ദുൾ റസാഖ്, ഫുഡ് ആൻഡ് സേഫ്റ്റി നോഡൽ ഓഫീസർ ലിജ S, ബേക്കേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് സയ്യിദ് ഹാഷിം, AKCA പ്രസിഡന്റ് ജയകൃഷ്ണൻ, KHRA ജനറൽ സെക്രട്ടറി N അബ്ദുൾ റസാഖ്, ഫുഡ് ആൻഡ് സേഫ്റ്റി ഓഫീസർ സ്വാതി എന്നിവർ സംസാരിച്ചു. ഹോട്ടൽ കാറ്ററിംഗ് മേഖലയിലുള്ളവർക്കായി ഭക്ഷ്യസുരക്ഷയെക്കുറിച്ച് ക്ലാസ് ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് നാഷണൽ കോർഡിനേഷൻ കമ്മിറ്റി ഓഫ് റെയിൽവേ കോൺട്രാക്ട് ആൻഡ് അലയൻസ്ഡ് വർക്കേഴ്സ് യൂണിയൻ CITU-വിന്റെ നേതൃത്വത്തിൽ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ പരിസരത്ത് പ്രകടനവും പൊതുയോഗവും നടത്തി. എല്ലാ റെയിൽവേ കരാർ തൊഴിലാളികൾക്കും പ്രതിമാസ വേതനം 26,000 രൂപയായി നിശ്ചയിക്കപ്പെടുത്തണമെന്നും ഉൾപ്പെടെയുള്ളതായിരുന്നു ആവശ്യം. മാർച്ചിൽ നിരവധി തൊഴിലാളികൾ പങ്കെടുത്തു. അവകാശ ദിനത്തിലായിരുന്നു നാഷണൽ കോർഡിനേഷൻ കമ്മിറ്റി ഓഫ് റെയിൽവേ കോൺട്രാക്ട് ആൻഡ് അലൈഡ് വർക്കേഴ്സ് യൂണിയൻ CITU-വിന്റെ ആഭിമുഖ്യത്തിൽ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് മാർച്ചും തുടർന്ന് പൊതുയോഗവും സംഘടിപ്പിച്ചത്. RCC ആൻഡ് GW RCLU സംസ്ഥാന പ്രസിഡന്റ് RJ പിള്ള യോഗം ഉദ്ഘാടനം ചെയ്തു. വേണോ അല്ലെങ്കിൽ ഇവിടുത്തെ മെഡിക്കൽ സൂപ്രണ്ടാണോ അവിടുത്തെ അല്ലെങ്കിൽ ഇവിടുത്തെ CHA ആണോ ഈ പ്ലാറ്റ്ഫോമിൽ ട്രാവലില്ലാതെ ഒരു പാസഞ്ചറുടെ കയ്യിൽ എന്തെങ്കിലും ഒരു കള്ളാസ് വീട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു മാലിന്യങ്ങൾ വീട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ അത് പിറക്കിയെടുത്ത് അത് ശുചീകരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികൾ ട്രാവലില്ലാതെ ചെയ്യുന്ന ഈ തൊഴിലാളികൾ ഇവിടുത്തെ തൊഴിലാളികളെ ചെയ്ത്
അവർക്ക് ന്യായമായിട്ടുള്ള ശമ്പളം കൊടുക്കാൻ നിങ്ങൾ തയ്യാറാകുന്നുണ്ടോ? നിങ്ങൾ ഇതിന്റെ മേന്മ മരിച്ചാൽ മാത്രം പോരാ, ഇതിനെപ്പറ്റി അഭിമാനം കൊണ്ടാൽ മാത്രം പോരാ, അതിനുവേണ്ടി പണിയെടുക്കുന്നവർക്ക് മതിയായ വരുമാനം ഉണ്ടാകാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കട്ടെ, അല്ലെങ്കിൽ അതിന് ഉത്തരവാദിത്വം. യൂണിയൻ പ്രസിഡന്റ് ND ദിൻഷാദ് അധ്യക്ഷത വഹിച്ചു. KR ഭരതൻ സ്വാഗതം പറഞ്ഞ യോഗത്തിൽ MA രാജേഷ്, KK കേശവൻ, R മണി തുടങ്ങിയവർ പ്രസംഗിച്ചു. എല്ലാ റെയിൽവേ കരാർ തൊഴിലാളികൾക്കും പ്രതിമാസം വേതനം 26,000 രൂപയായി നിജപ്പെടുത്തുക, എല്ലാ റെയിൽവേ കോൺട്രാക്ട് തൊഴിലാളികൾക്കും ഐഡന്റിറ്റി കാർഡ് നൽകുക, ട്രെയിനുകളിൽ യാത്രയ്ക്കും റെയിൽവേ ആശുപത്രികളിൽ ചികിത്സാ സൗകര്യത്തിനും സൗജന്യമായി ലഭിക്കുന്നതിനാവശ്യമായ നടപടിയെടുക്കുക, ESI, EPF എന്നിവ എല്ലാ വിഭാഗം തൊഴിലാളികൾക്കും നിർബന്ധമായി നടപ്പിലാക്കുക, റെയിൽവേ സ്ഥിരം നിയമനങ്ങളിൽ കരാർ തൊഴിലാളികൾക്ക് നിശ്ചിത ശതമാനം അവസരം നൽകുക, റെയിൽവേ കോൺട്രാക്ട് തൊഴിലാളികൾക്ക് ദേശീയ അവധി, ഉത്സവ അവധി, ആഴ്ച അവധി എന്നിവ വേതനത്തോടുകൂടി അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ചും പൊതുയോഗവും സംഘടിപ്പിച്ചത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കേരളത്തിൽ ഒരുപാട് ജാതി സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ടെന്നും പട്ടികജാതിക്കാരുടെ ക്ഷേമങ്ങളും അവകാശങ്ങളും സംരക്ഷിച്ച് മുന്നോട്ടു പോകാൻ പട്ടികജാതി ക്ഷേമ സമിതിക്ക് കഴിയുമെന്നും CPIM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു പറഞ്ഞു. മണ്ണൂർ EMS മന്ദിറിൽ നടന്ന പട്ടികജാതി ക്ഷേമനിധി പാലക്കാട് ജില്ലാ ഏകദിന ക്ലാസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരുപാട് ജാതി സംഘടനകൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഈ പട്ടികജാതി വിഭാഗത്തിൽ തന്നെ നിരവധി ജാതി സംഘടനകളില്ലേ, അല്ലേ? നിരവധി സംഘടനകളുണ്ട്. അവരെല്ലാം ഇലക്ഷൻ വരുമ്പോൾ ഓരോ തരത്തിലുള്ള രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. പലരും നമുക്കെതിരായി തന്നെയാണ് നിലകൊള്ളുന്നത്. കാരണം യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഈ ജനഭാവത്തെ എല്ലാ കാലത്തും സംരക്ഷിച്ചു പോന്നിട്ടുള്ളത്. ജില്ലാ പ്രസിഡന്റ് TP കുഞ്ഞണ്ണി അധ്യക്ഷത വഹിച്ചു. തുടർന്ന് വിവിധ ക്ലാസുകൾ നടന്നു. മാർക്സിസവും അംബേദ്കർ ചിന്തകളും എന്ന വിഷയത്തിൽ ബാബു K പത്മയും, ദളിത് ജനവിഭാഗങ്ങളും സംവരണവും ഭൂപ്രശ്നങ്ങളും കോടതി വിധികളും എന്ന വിഷയത്തിൽ മുൻ MLA അഡ്വക്കേറ്റ് ശാന്തകുമാരിയും, PKS സംഘടനയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും എന്ന വിഷയത്തിൽ PKS സംസ്ഥാന സെക്രട്ടറി V പൊന്നുകുട്ടനും ക്ലാസ് എടുത്തു. ജില്ലാ സെക്രട്ടറി OV സ്വാമിനാഥൻ, മണ്ണൂർ K രാജൻ, CR സജീവ്, K രാജൻ, V ഉഷ, M മാധവൻ, ശ്രീനിവാസൻ, ഷിബു, VR ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. വിജയിച്ചവരും പരാജയപ്പെട്ടവരും ചേരുന്നതാണ് സമൂഹമെന്നും പരീക്ഷകളിൽ പരാജയപ്പെടുന്നവരും ജീവിതത്തിൻ്റെ ഉന്നതിയിൽ എത്തുമെന്നും MLA രമേശ് പിഷാടി പറഞ്ഞു. പാലക്കാട് മോയൻ ഹയർ സെക്കൻഡറി വിദ്യാലയത്തിലെ വിജയോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MLA. പരീക്ഷകളിൽ വിജയിച്ചവർക്കും പരാജയപ്പെട്ടവർക്കും ധാരാളം അവസരങ്ങളുണ്ട്. അവസരങ്ങൾ തിരഞ്ഞെടുക്കുന്നതിലും പ്രയോഗിക്കുന്നവരുമാണ് ജീവിതത്തിൽ വിജയിക്കുന്നതെന്നും MLA പറഞ്ഞു. ഇനിയൊരു സുദീർഘമായ പ്രസംഗത്തിലൂടെ വലിയ പ്രസക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്കിലും തൽക്കാലത്തെ സാഹചര്യത്തിൽ നിങ്ങളുടെ ശബ്ദത്തെ പ്രസംഗിച്ച് തോന്നിക്കാൻ എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. ഒന്നും മിണ്ടാതിരിക്കാമോ പിള്ളേരെ? ചേട്ടൻ എന്തെങ്കിലും ഒരു വരി പറഞ്ഞോട്ടെ, ഒന്നും മിണ്ടാതിരിക്കാമോ? ആയിക്കോട്ടെ. ഞാൻ ശ്രീദേശം പറഞ്ഞതുപോലെ ഇതിനു മുമ്പ് വലിയ ചൂടുള്ള സമയത്താണ് ഇവിടെ വന്നത്. അതൊരു പക്ഷേ ഒരു എക്സാമിന്റെ ചൂടാണ്, പ്രകൃതിയുടെ ചൂടാണ്. ഇന്ന് അതൊക്കെ തണുപ്പ്, എക്സാം കഴിഞ്ഞു, എല്ലാവരും റിലാക്സ്ഡ് ആണ്. നഗരസഭാ ചെയർമാൻ സ്മിതേഷ് അധ്യക്ഷത വഹിച്ചു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശശികുമാർ, കൗൺസിലർ മിനി കൃഷ്ണകുമാർ, പ്രിൻസിപ്പൽ UK ലത, HM പ്രിജ PP, സ്റ്റാഫ് സെക്രട്ടറി K ശശിധരൻ, PTA ഭാരവാഹികളായ അരവിന്ദാക്ഷൻ, ദിവ്യ, ധന്യ KK എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഖുർആൻ സ്റ്റഡി സെന്റർ കേരള ഓടന്നൂർ മസ്ജിദ് ഘടകത്തിന്റെ ഉദ്ഘാടനം മദ്രസ ഹാളിൽ നടന്നു. AP അബ്ദുൾ നാസർ ഉദ്ഘാടനം ചെയ്തു. ഷാഹുൽ ഹമീദ് അധ്യക്ഷത വഹിച്ചു. ഓടന്നൂർ മസ്ജിദ് മഹല്ല് സെക്രട്ടറി VI ഫാറൂഖ്, AP അഷ്റഫ് എന്നിവർ സംസാരിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ ഈ ഭൂമുഖത്തേക്ക് പടച്ചയക്കുമ്പോൾ അവന് അങ്ങനെയാണ് ഖുർആൻ പറഞ്ഞത്. ഒന്നും തന്നെ അവനറിയില്ല. അവനെ കോർഡിനേറ്റർ VM കരീം സ്വാഗതം പറഞ്ഞു. ഖുർആൻ പാരായണം ചെയ്യാൻ പ്രാപ്തമാക്കൽ, അർത്ഥവും ആശയവും മനസ്സിലാക്കി പഠനം മനഃപ്പാടമാക്കൽ എന്നീ ലക്ഷ്യത്തോടെയാണ് ഖുർആൻ സ്റ്റഡി സെന്റർ പ്രവർത്തിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ജനറൽ സെക്രട്ടറിയും പ്രമുഖ പണ്ഡിതനുമായിരുന്ന K ആലിക്കുട്ടി ഉസ്താദിൻ്റെ അനുസ്മരണ പ്രാർത്ഥനാ സംഗമം മുള്ളൂർക്കരയിൽ നടന്നു. SMF തൃശൂർ ജില്ലാ പ്രസിഡന്റ് സയ്യിദ് MP കുഞ്ഞിക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. സമസ്തയുടെ അഴകും അലങ്കാരവുമായിരുന്നു അലിക്കുട്ടി മുസ്ലിയാരെന്ന് കുഞ്ഞിക്കോയ തങ്ങൾ പറഞ്ഞു. സമസ്ത കേരള ജംഇയ്യത്തുൽ മുഅല്ലിമീൻ മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ, സുന്നി മഹല്ല് ഫെഡറേഷൻ, മുള്ളൂർക്കര റേഞ്ച് കമ്മിറ്റികൾ സംയുക്തമായാണ്
സമസ്ത കേരള ജമയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറിയും പ്രമുഖ പണ്ഡിതനുമായിരുന്ന പ്രൊഫസർ കെ ആലുകുട്ടി ഉസ്താദിന്റെ അനുസ്മരണ പ്രാർത്ഥനാ സംഗമം സംഘടിപ്പിച്ചത്. മുള്ളൂർക്കര നുസ്രത്തുൽ ഇസ്ലാം മദ്രസയിൽ നടന്ന സംഗമം SMF തൃശൂർ ജില്ലാ പ്രസിഡന്റ് സൈദ് MP കുഞ്ഞിക്കോയത്തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. കാരണം ഗരിമ നിലനിർത്തിയ വലിയ പണ്ഡിത പ്രഭു, ഒരുപാട് പണ്ഡിതന്മാരുടെ ഗുരുവാണ്. പക്ഷെ ജീവിതത്തിൽ വിനയം, എളിമ, ലാളിത്യം, സ്നേഹം ഇതെല്ലാം സത്യത്തിൽ സംശീകരിക്കാൻ കഴിഞ്ഞ ഒരു മഹത് വ്യക്തിത്വം. അതാണ് മഹാനായ ആലിക്കുട്ടി. അദ്ദേഹവുമായി ഒരിക്കലെങ്കിലും ബന്ധപ്പെടുവാനോ ആ കൈകൊണ്ട് പിടിക്കുവാനോ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവിതകാലത്ത് അദ്ദേഹം ആരായിരുന്നു എന്ന് നമുക്കൊക്കെ അറിയാം. ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അഹ്ലു ബൈത്തിനെ സ്നേഹിച്ചും ഉമ്മ വെച്ചും ജീവിതം അവസാനിപ്പിച്ച മഹാമനുഷ്യൻ. പാണ്ഡിത്യത്തിന്റെ കാര്യത്തിൽ മഹാപണ്ഡിതൻ എന്ന് പറയുന്നത് ലോക രാഷ്ട്രങ്ങൾക്കിടയിൽ നടക്കുന്ന ഒരു സദസ്സിലേക്ക് പോയാൽ പോലും ആ സദസ്സിനെ കവർന്നെടുക്കാൻ അറബിയിലും ഇംഗ്ലീഷിലുമുള്ള പരിജ്ഞാനം, അത് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ കഴിവായിരുന്നു. മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ ഒരു വേൾഡ് ഓർഗനൈസേഷന്റെ ഒരു യോഗത്തിലേക്ക് ക്ഷണിച്ചു. ശാരീരികമായ അസ്വസ്ഥതകൾ ഉണ്ടായിരുന്ന ബഹുമാനപ്പെട്ട തങ്ങൾ പകരക്കാരനായി പറഞ്ഞയച്ചത് മഹാനായ ഷെയ്ഖുൽ ജാമിയയാണ്. ജമുയത്തുൽ മുഅല്ലിമീൻ വടക്കാഞ്ചേരി മേഖലാ പ്രസിഡന്റ് A. അഷ്റഫ് ദാരിമി അധ്യക്ഷത വഹിച്ചു. തോയ്ബ് ഫൈസി അനുസ്മരണ പ്രഭാഷണം നടത്തി. മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NS വർഗീസ്, സമസ്ത തലപ്പിള്ളി താലൂക്ക് വൈസ് പ്രസിഡന്റ് മുഹമ്മദ് കുട്ടി ദാരിമി പള്ളം, PS കമറുദ്ദീൻ മൗലവി, CK ഉമർ അൻവരി, PM ഷാഹുൽ ഹമീദ് അൽ ഖാസിമി തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓഗസ്റ്റ് 12-ന് പന്നിത്തടം ടെലികോൺ ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ നടത്തപ്പെടുന്ന മദ്ഹ റസൂൽ കോൺഫറൻസിൽ റേഞ്ച് പരിധിയിൽ നിന്ന് പരമാവധി ജനങ്ങളെ പങ്കെടുപ്പിക്കാൻ തീരുമാനിച്ചു. KM ഉമ്മർ മാസ്റ്റർ അൽഖാമി സ്വാഗതവും റേഞ്ച് ജോയിന്റ് സെക്രട്ടറി KA ഹംസക്കുട്ടി മൗലവി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. അമ്പലപ്പാറ പഞ്ചായത്ത് സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ അനുവദിച്ച പൂർണ്ണ ഓട്ടോമാറ്റിക് ബയോകെമിസ്ട്രി അനലൈസറിന്റെ ഉദ്ഘാടനം നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K. സുരേഷ് ഉദ്ഘാടനം നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാൻ K. രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ജീവിതശൈലി രോഗങ്ങളും മറ്റ് മാരക രോഗങ്ങളും വർദ്ധിച്ചു വരുന്ന പുതിയ കാലഘട്ടത്തിൽ സാധാരണക്കാർക്ക് സാമ്പത്തിക ബാധ്യതയില്ലാതെ വേഗത്തിൽ കൃത്യമായ ലാബ് പരിശോധനകൾ ലഭ്യമാക്കാൻ ഇത്തരം സാങ്കേതിക സൗകര്യങ്ങൾ സഹായമാക്കുകയാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. അമ്പലപ്പാറ പഞ്ചായത്തിലെ 23 വിദ്യാലയങ്ങളിലും പുകയിലരഹിത പദവി കൈവരിച്ചു. പഞ്ചായത്തിനെ സമ്പൂർണ്ണ പുകയിലരഹിത വിദ്യാലയ മേഖലയായി പഞ്ചായത്ത് പ്രസിഡന്റ് K. രാധാകൃഷ്ണൻ പ്രഖ്യാപിച്ചു. രോഗികളുടെ വേഗത്തിലുള്ള രോഗമുക്തി ലക്ഷ്യമിട്ട് രഞ്ജിത്ത് സ്പോൺസർ ചെയ്ത പ്രോട്ടീൻ പൗഡർ പഞ്ചായത്ത് പ്രസിഡന്റും മെഡിക്കൽ ഓഫീസറും ചേർന്ന് ഏറ്റുവാങ്ങി. ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാൻ K. ഗംഗാധരൻ, അമ്പലപ്പാറ സ്ഥിരം സമിതി ചെയർപേഴ്സൺമാരായ K. കൃഷ്ണപ്രകാശ്, MG ലത, പഞ്ചായത്ത് അംഗങ്ങളായ MP ഷീന, P. ശോഭ, T. മുസ്തഫ, PP ഹരിദാസ്, PC സുരേഷ് കുമാർ, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ TR ധനേഷ്, ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങളായ CC രാജൻ, K. ഗോപാലൻ, KB രമേശ്, ഹെൽത്ത് സൂപ്പർവൈസർ KR വിജയൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. സർക്കാർ ഹോമിയോപ്പതി വകുപ്പിന്റെയും കോട്ടായി ഗ്രാമപഞ്ചായത്തിന്റെയും ആയുഷ് പ്രൈമറി ഹോമിയോ ഡിസ്പെൻസറിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സൗജന്യ ഹോമിയോ മെഡിക്കൽ ക്യാമ്പും മരുന്ന് വിതരണവും നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് CN സുദേശന ഉദ്ഘാടനം ചെയ്തു. കോട്ടായി ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ച സൗജന്യ ഹോമിയോ മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CN സുദേശന നിർവഹിച്ചു. ചടങ്ങിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിനുമോൾ അധ്യക്ഷയായി. APHC കോട്ടായി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പ്രതിഭ വിദ്യാധരൻ, APHC കുത്തന്നൂർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ VB അഖില എന്നിവർ മഴക്കാല രോഗങ്ങളും അതിന്റെ പ്രതിരോധവും ചികിത്സയും എന്ന വിഷയത്തെക്കുറിച്ചും പരിസര ശുചീകരണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ബോധവൽക്കരണ ക്ലാസ് എടുത്തു. ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MR ജയരാജ്, പഞ്ചായത്ത് അംഗങ്ങളായ രമേശ്, ബിന്ദു എന്നിവർ സംസാരിച്ചു. അംബിക സ്വാഗതവും പഞ്ചായത്ത് അംഗം ശിവശങ്കരൻ നന്ദിയും പറഞ്ഞു. പരിശോധനയ്ക്ക് എത്തിയവർക്ക് മരുന്ന് വിതരണവും ഉണ്ടായിരുന്നു. ക്യാമ്പിൽ രക്തപരിശോധനയും നടത്തി. ന്യൂസ് ബ്യൂറോ, കോട്ടായി. കേരളശ്ശേരി BJP മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് തലത്തിൽ ഗുരുപൂർണിമ ആഘോഷിച്ചു. ചടങ്ങിൽ വിവിധ വ്യക്തിത്വങ്ങളെ ആദരിച്ചു. അജ്ഞതയിൽ നിന്നും ജ്ഞാനത്തിലേക്കും അധർമ്മത്തിൽ നിന്നും ധർമ്മത്തിലേക്കും വഴികാട്ടുന്ന ഗുരുക്കന്മാരെ ആദരിക്കുന്ന ഒരു ചടങ്ങാണ്
എല്ലാ പഞ്ചായത്തുകളിലും നടത്തുന്നത്. ഇതിൻ്റെ ഭാഗമായി കേരളശ്ശേരി പഞ്ചായത്തിൽ 5ഓളം വിവിധ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന ഗുരുഭൂതന്മാരെ ആദരിക്കുകയുണ്ടായി. CK പാറുകുട്ടി ടീച്ചർ, സൗദാമിനി ടീച്ചർ, രവികുമാർ, കഥകളി വിദഗ്ധൻ സദനൻ ശ്യാമളൻ, ഇലത്താള വിദഗ്ധൻ സുന്ദരൻ നായർ എന്നിവരെ ആദരിച്ചു. പഞ്ചവാദ്യ ഇലത്താള പ്രമാണി കുടുവമ്പാടം സുന്ദരൻ നായർ, കേരള കലാമണ്ഡലം റിട്ടയർഡ് അസോസിയേറ്റ് പ്രൊഫസർ സദനം ശ്യാമളൻ, ചുണ്ടേൽക്കളം CK പാറുകുട്ടി ടീച്ചർ, സൗദാമിനി ടീച്ചർ, ശ്രീരാമചന്ദ്ര മിഷൻ ഹാർട്ട്ഫുൾ നഴ്സ് പരിശീലകൻ PP രവികുമാർ എന്നിവരെയാണ് സമൂഹത്തിന് നൽകിയ വിശിഷ്ട സേവനങ്ങളെ മുൻനിർത്തി ആദരിച്ചത്. BJP പാലക്കാട് ഈസ്റ്റ് ജില്ലാ വൈസ് പ്രസിഡന്റ് MP ശ്രീകുമാർ മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ച ചടങ്ങിൽ മണ്ഡലം വൈസ് പ്രസിഡന്റ് ദിവൈ കേരളശ്ശേരി, രവി നീലാഞ്ചേരി, ഡിബിൻ കേരളശ്ശേരി തുടങ്ങി നിരവധി നേതാക്കളും പ്രവർത്തകരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ചരമം. വാടനാകുരിശി നങ്കത്ത് വീട്ടിൽ കുഞ്ചിക്കുട്ടിയമ്മ നിര്യാതയായി. 88 വയസ്സായിരുന്നു. ഭർത്താവ് പരേതനായ സത്യപാലൻ. മക്കൾ മോഹൻകുമാർ, അജിത് കുമാർ, സുരേഷ് കുമാർ, വിജയലക്ഷ്മി, ജ്യോതിലക്ഷ്മി. സംസ്കാരം വ്യാഴാഴ്ച രാവിലെ 10-ന് ശാന്തി തീരത്ത് നടക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജന്തർ മന്ദറിൽ നീറ്റ് പരീക്ഷാ ക്രമക്കേടിനെതിരെയുള്ള സമരത്തിൽ പങ്കെടുത്ത SFI അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി ഐഷി ഘോഷിനെ അറസ്റ്റ് ചെയ്യാനുള്ള ഡൽഹി പോലീസിന്റെ നീക്കത്തിനെതിരെ CPMന്റെ നേതൃത്വത്തിൽ വ്യാപക പ്രതിഷേധം. ജന്തർ മന്ദിർ സമരം രാജ്യത്തിന് നൽകുന്നത് ശുഭസൂചനയെന്ന് CPM സംസ്ഥാന കമ്മിറ്റി അംഗം NN കൃഷ്ണദാസ്. സമര ഉടമ്പടികൾ തെറ്റിച്ച് സമരക്കാരെ തുറുങ്കിലടയ്ക്കാൻ ശ്രമിച്ചാൽ യുവശക്തി എന്തെന്ന് മോദി വീണ്ടും തിരിച്ചറിയുമെന്നും സംസ്ഥാന കമ്മിറ്റി അംഗം. പുതുശ്ശേരി ഡിവിഷനിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട CPMലെ SB രാജു ഇനി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന TM ശശി MLA ആയതിനെ തുടർന്നാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത്. ജില്ലയുടെ സമഗ്ര വികസനത്തിനായി രാഷ്ട്രീയ വ്യത്യാസം മറന്ന് പ്രവർത്തിക്കുമെന്ന് പാലക്കാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് SP രാജു. ആരോഗ്യ സംരക്ഷണത്തിന്റെ ഭാഗമായി ഭക്ഷണരീതി മാറിയെന്ന് MLA രമേശ് പിഷാരടി. ഹോട്ടൽ കാറ്ററിംഗ് രംഗത്ത് പിടിച്ചു നിൽക്കാൻ അതീവ ജാഗ്രത ആവശ്യമാണെന്നും MLA. ഓണത്തിന് മുന്നോടിയായി ഭക്ഷ്യസുരക്ഷാ വകുപ്പ് സംഘടിപ്പിച്ച ഈറ്റ് റൈറ്റ് കേരളം പദ്ധതിക്ക് പാലക്കാട്ട് തുടക്കം. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത വാർത്ത രാത്രി 9 മണിക്ക്. നമസ്കാരം.